ഇന്ന് നമ്മൾക്ക് യേശു അനുഭവം, യേശുവിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് പങ്കുവെക്കാനായി കടന്നു വന്നിരിക്കുന്നത് ബേബിസൺ ചാലക്കുടിയാണ്. അദ്ദേഹം ചാലക്കുടി നോർത്ത് ഇടവാംഗമാണ്. കുടുംബജീവിതം നയിക്കുന്നു. 2 കുഞ്ഞുങ്ങളുടെ പിതാവാണ്. 25 വർഷത്തോളമായി കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്ന് പ്രത്യേകിച്ച് അനേക ധ്യാനങ്ങൾക്ക്, ധ്യാന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. യുവജനങ്ങളുടെ ഇടയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. അനേക ധ്യാന കേന്ദ്രങ്ങളിൽ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവനാണ് ബേബിസൺ ചാലക്കുടി. നമുക്ക് കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു എന്ന നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. അനുഗ്രഹത്തിൻ്റെ ഈ ആരാധനയിൽ ഈ പുതുവർഷം ഒരു അഭിഷേക വർഷമായി മാറുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. എന്നെ ബ്രദർ പരിചയപ്പെടുത്തി ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ എൻ്റെ ഇടവക ദേവാലയത്തിൽ നടന്നൊരു അത്ഭുതം കൂടി പങ്കുവെച്ചിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഈ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഇടവകയിൽ നടന്ന ഒരു ധ്യാന സമയത്ത്, അന്ന് ഇന്നത്തെ ഇടവക ദേവാലയം ആയിട്ടില്ല, അന്നൊരു കുരിശുപള്ളിയാണ്. ഫൊറോന ദേവാലയത്തിൽ നടന്ന ധ്യാനത്തിൻ്റെ ഒരു സെൻ്ററായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ദേവാലയം ആയിരുന്ന കുരിശുപള്ളി. അന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബാക്കി വന്ന വിശുദ്ധ കുർബാന ഇടവക ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ വന്നപ്പോൾ ആ കുരിശുപള്ളിയിൽ വിശുദ്ധ കുർബാന സൂക്ഷിക്കുവാനായിട്ട് അച്ഛൻ ആവശ്യപ്പെട്ടു. തൊട്ടടുത്തുള്ള ഇടവക സമൂഹത്തിലെ എല്ലാ വിശ്വാസികളും ഒരു രാത്രി മുഴുവനും പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ദൈവം അത്ഭുതകരമായ ഒരു ആത്മീയ പ്രചോദനം കൊടുത്തു. ഇവിടെ ഒരു ദേവാലയം ഉണ്ടാകണം, ആരാധനാലയം ഉണ്ടാകണം. അങ്ങനെ രാത്രിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രൂപപ്പെട്ട ഒരു ഇടവക ദേവാലയത്തിലെ അംഗമാണ് ഞാൻ. ആമുഖമായി ഇത് പറയുന്നത്, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നത് 1 കൊരിന്തോസ് 2:9 നാം വായിക്കുന്നത് പോലെ കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ല. വലതുകരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹെബ്രായലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം: നിശ്ചയമായും ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു. ലോകമെമ്പാടും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ വചനം അങ്ങ് വിശ്വസിക്കാം. നിശ്ചയമായും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, എന്നെ വർദ്ധിപ്പിക്കും. കാരണം നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്ത് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ഉൽപ്പത്തി 1:28 നാം വായിക്കുന്നു: നിങ്ങൾ സന്താനബുദ്ധിയുള്ളവരായി വർദ്ധിച്ചു പെരുകുവിൻ. ജെറമിയ 29:5-6 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ വീട് പണിത് അതിൽ വസിക്കുവിൻ, മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് അവയുടെ ഫലം അനുഭവിക്കുവിൻ, നിങ്ങളുടെ പുത്രന്മാരെ വിവാഹം കഴിപ്പിച്ചയക്കുവിൻ, അവർക്കും സന്താനങ്ങൾ ഉണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. അപ്പം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ദൈവം. രണ്ടാമതും അപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് ആവശ്യങ്ങൾക്ക് കുറവില്ലാതെ നടത്തുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ രാത്രിയിലായിരിക്കുമ്പോൾ ഈ പുതുവർഷം അനുഗ്രഹത്തിൻ്റെതാകട്ടെ, അഭിഷേകത്തിൻ്റെ ഇതാ മാറട്ടെ. വലതുകരം ഉയർത്തി ഒരിക്കൽ കൂടി പറഞ്ഞ് ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. സാമ്പത്തികമായി പരാധീനതകൾ ധാരാളം ഉണ്ടായിരുന്നുവെങ്കിലും വിശ്വാസ പരിശീലനത്തിൽ സമ്പന്നമായൊരു കുടുംബത്തിലാണ് കൃപയാൽ ജനിച്ചു വളരാൻ ഭാഗ്യം ലഭിച്ചത്. ദൈവമക്കളെ, കത്തോലിക്ക സഭയിലെ അംഗമായി വളരാൻ കഴിഞ്ഞു എന്നത് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ജനിച്ചു, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു, കത്തോലിക്ക സഭയുടെ അംഗമായതുകൊണ്ട് കൂദാശകൾ സ്വീകരിച്ചു വളരുവാൻ സാധിച്ചു. അന്ന് ഉള്ളിൽ വീണ ദൈവത്തിൻ്റെ വചനം മാംസം ധരിച്ചു വളർന്നതുകൊണ്ടാണ് കൃപയാൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ നിൽക്കാനായി സാധിക്കുന്നത്. ദൈവമക്കളെ, എൻ്റെ ചാച്ചൻ മരിച്ചിട്ട് 18 വർഷം കഴിഞ്ഞു.
എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറയിട്ട് തന്നത് എൻ്റെ മാതാപിതാക്കളാണ്. ഇവിടെ ധാരാളം മാതാപിതാക്കളെ എനിക്ക് കാണാൻ കഴിയുന്നു. ദൈവമക്കളെ, എൻ്റെ ചാച്ചൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ കുരിശു വരച്ചോ പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. കുരിശു വര കഴിഞ്ഞില്ലെങ്കിൽ ചാച്ചനാണ് ബൈബിൾ വായിക്കുന്നത്. ചാച്ചൻ ബൈബിൾ വായിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. മത്തായി 5:1, യോഹന്നാൻ 14:1, യോഹന്നാൻ 15:1, അങ്ങനെ അധ്യായവും നമ്പറും ബൈബിൾ കൊട്ടേഷൻ പറഞ്ഞാണ് ചാച്ചൻ ബൈബിൾ വായിച്ചിരുന്നത്. വളരെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് തന്നെ ഞങ്ങളിത് കേട്ടിട്ട് ചിലപ്പോഴൊക്കെ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. ചാച്ചനൊരു പാരഗ്രാഫ് അങ്ങ് വായിച്ചാൽ മതിയല്ലോ, എന്തിനാണ് ഇങ്ങനെ അധ്യായവും നമ്പറും പറഞ്ഞ് ബൈബിൾ വായിക്കുന്നത്? അന്നതെനിക്ക് മനസ്സിലായില്ല. ദൈവമക്കളെ, ഇന്നെനിക്കൊരു കാര്യം മനസ്സിലാകുന്നു. അധ്യായവും നമ്പറും പറഞ്ഞ് ബൈബിൾ കൊട്ടേഷൻ പറഞ്ഞ് വചനം വായിച്ചത് കേട്ടു വളർന്ന ഞാൻ ഇന്ന് ഈ വേദിയിൽ വചന ശുശ്രൂഷയ്ക്കായി നിൽക്കുമ്പോൾ അധ്യായവും നമ്പറും പറഞ്ഞ് വചനം പ്രസംഗിക്കുന്ന ഒരഭിഷേകം എനിക്ക് നൽകുകയായിരുന്നു എൻ്റെ അപ്പനിലൂടെ. ബൈബിളിൽ ഇങ്ങനെ പറയുകയാണ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 21-ാമത്തെ വാക്യം, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിട്ടുള്ള വചനങ്ങൾ നിന്റെയോ നിന്റെ സന്തതികളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഒരിക്കലും നീക്കം ചെയ്യപ്പെടത്തില്ല. തലമുറകൾക്കുള്ള അഭിഷേക വചനം നൽകപ്പെടുന്ന ഒരു ആത്മീയ ശുശ്രൂഷയാകയാൽ ദൈവമക്കൾ, ഈ ഒരു വർഷം നമുക്ക് ആഗ്രഹിക്കാം തലമുറകൾക്ക് അഭിഷേകത്തിൻ്റെ ജീവിതം നയിക്കുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. ദൈവമക്കളെ, രാത്രി ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ സാധാരണ വീടാണ്, റേഡിയോ ഇല്ല, കറണ്ടില്ല. എന്നാൽ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ അമ്മ ഞങ്ങൾക്ക് വിശുദ്ധരുടെ കഥകളാണ് പറഞ്ഞു തരുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും വിശുദ്ധ കൊച്ചു തെരേസ്യായുടെയും കഥകൾ കേട്ടുറങ്ങിയതുകൊണ്ട് വിശുദ്ധരോടുള്ള ബന്ധം ഉള്ളിൽ ആഴപ്പെട്ടു വളരുവാനായി ദൈവം ഇടയാക്കി. വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കേട്ട വചനം കൂടെ വളരുന്ന അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് കൃപയാൽ ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത്. റെഗുലർ ക്ലാസ്സിൽ പോകുന്നതിൽ സ്വല്പം മടിയുള്ളവരായിരുന്നു ഞങ്ങൾ. എന്നാൽ ഞായറാഴ്ച ഒരു കാരണവശാലും വേദപാഠം മുടങ്ങാനോ ഞായറാഴ്ച ബലിയർപ്പണം മുടങ്ങാനോ എൻ്റെ ചാച്ചനും അമ്മയും ഞങ്ങളെ സമ്മതിച്ചിരുന്നില്ല. പോടാ പള്ളിയിൽ എന്ന് കേട്ട് ഞങ്ങൾ വളർന്നിട്ടില്ല. വാമക്കളെ പള്ളിയിൽ പോകാം എന്ന വാക്ക് കേട്ടതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതൊരു സാഹചര്യത്തിലും അൾത്താരയോട് ചേർന്ന് നിൽക്കുവാൻ, അഭിഷിക്തരോട് ചേർന്ന് നിൽക്കുവാൻ, ആരാധനയോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവ് കൃപയാൽ ഞങ്ങളെ അനുഗ്രഹിച്ചു. ദൈവമക്കളെ, ആത്മീയ ശുശ്രൂഷ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഭവനത്തിൽ ആരംഭിച്ച ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെയാണ് ഞാൻ ഈ വചന ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കാം, ആകാശപ്പറവകളുടെ ശുശ്രൂഷകൾ ആരംഭിച്ച ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചൻ്റെ കൂടെയുള്ള ശുശ്രൂഷയാണ് ഞാൻ ആദ്യമേ ആരംഭിച്ചത്. തെരുവോരങ്ങളിൽ അലയുന്ന, ആരോരുമില്ലാത്ത ഗതികൾ, അനാഥരെന്ന് നാം വിളിക്കുന്നവർ, തെരുവിൽ ശരീരം വിറ്റ് ജീവിക്കുന്നവർ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിലുള്ള ശുശ്രൂഷയിലേക്ക് അറിയാതെ ആകർഷിക്കപ്പെട്ടു. എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ വചന ശുശ്രൂഷയ്ക്കായി ജീവിതം സമർപ്പിക്കുവാനായി എന്നെ പ്രേരിപ്പിച്ചൊരു സംഭവം പറയാൻ ആഗ്രഹിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പോൾ ഏതാണ്ട് 16-17 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ കാണാനിടയായി. മോശമായ വസ്ത്രം ധരിച്ചിരിക്കുന്നു, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും. ഞാൻ അവൻ്റെ അടുക്കൽ നിന്ന് അവനോട് ഇങ്ങനെ ചോദിച്ചു, മോനെ നിനക്ക് വിശക്കുന്നുണ്ടോ? അവൻ ഇങ്ങനെ വയറിലിങ്ങനെ കൈ കൊണ്ടൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, വിശക്കുന്നുണ്ട്. നിനക്ക് എന്താ വേണ്ടത്? ആംഗ്യം കാണിക്കുകയാണ്. അപ്പോൾ തട്ടുകടക്കാരൻ പറഞ്ഞു, ഇവനങ്ങനെ സംസാരിക്കുന്നത് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. കാരണം കുറേ നാളായിട്ട് ഇവനിവിടെ ഉണ്ട്. ഞാൻ അവന് ആവശ്യമുള്ള ഭക്ഷണം വാങ്ങിക്കൊടുത്തു. വീണ്ടും അവന് ആവശ്യമുള്ളത്തോടത്തോളം ഭക്ഷണം വാങ്ങിക്കൊടുത്തു. ഞാൻ അവനോട് കൈകൊണ്ട് കാണിച്ചു, നീ മോൻ എൻ്റെ കൂടെ വരുന്നോ? ഓക്കെ, വരാമെന്ന രീതിയിൽ അവൻ തലയാട്ടി. അങ്ങനെ ചിന്തി, ഏതായാലും രാത്രിയിൽ അവിടുന്ന് ബസ് കയറാം, വെളുപ്പിന് ഞങ്ങളായിരിക്കുന്ന ആശ്രമത്തിൽ എത്തിച്ചേരാം. ദൈവമക്കളെ, ഞാൻ അവനെയും കൊണ്ട് സൂ കാണാനായിട്ട് പോയി. 2 മണിക്കൂർ സമയമുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് അവന് ആവശ്യമുള്ള വസ്ത്രമൊക്കെ വാങ്ങി അങ്ങനെ സൂ കാണാനായിട്ട് കയറി. അവിടെ ബാത്റൂമിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ അവന് കുളിക്കാനായിട്ടൊരു പ്രേരണ. അവന് ആവശ്യമുള്ള സ്ഥാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ബാത്റൂമിൽ കയറി നന്നായി കുളിച്ചു. ഞാനും കൂടെ അവനെ കുളിപ്പിച്ചു. നന്നായി കുളിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് മിടുക്കനായി അവൻ നിൽക്കുകയാണ്. അങ്ങനെ അവൻ മാറി നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചെളിയൊക്കെ പറ്റിയതുകൊണ്ട് ഞാൻ കൈ കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്.
എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവം ആണ് എനിക്ക് ആ സമയത്തുണ്ടായത്. ഞാൻ കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുക്കലേക്ക് ഓടി വന്ന് എൻ്റെ മുഖം പിടിച്ച് താഴ്ത്തി എൻ്റെ മുഖത്ത് 2 കവിളിലും ഉമ്മ തന്നുകൊണ്ട് അവൻ ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, എൻ്റെ ആബ എന്ന വാക്കിനർത്ഥം പിതാവെന്നാണ്. തട്ടുകടക്കാരൻ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു. ഇവൻ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല, പക്ഷേ അവന് വസ്ത്രം വാങ്ങിക്കൊടുത്തപ്പോൾ, അവന് ഭക്ഷണം വാങ്ങിക്കൊടുത്തപ്പോൾ, അവനെ കുളിപ്പിച്ചപ്പോൾ, അവന് തലമുടി ഒന്ന് കോതിക്കൊടുത്തപ്പോൾ, അവനെ ചങ്കോടൊന്ന് ചേർത്ത് പിടിച്ചപ്പോൾ അവൻ്റെ അധരം തുറക്കപ്പെട്ടു. കൺവെൻഷൻ സെൻ്ററുകളിൽ, ധ്യാന കേന്ദ്രങ്ങളിൽ അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സൂവില്, ആ ബാത്റൂമിന് മുമ്പിൽ വെച്ച് അവനെ ഒന്ന് കുളിപ്പിച്ചപ്പോൾ, അവന് സ്വല്പം സ്നേഹം പകർന്നു കൊടുത്തപ്പോൾ, അവൻ്റെ നാവിൻ്റെ കെട്ടുകളഴിഞ്ഞ് അവൻ ആബ എന്ന് വിളിച്ചപ്പോൾ അവൻ പിതാവേ എന്നാണ് വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 27:10 നമുക്ക് ഇപ്രകാരം വായിക്കുന്നു, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. യെശയ്യാ 49:15-16 നമുക്ക് സുപരിചിതമാണ്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാട്ടാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതം എന്തിനാണ്? 1 കൊരിന്ത്യർ 9:14 നാം വായിക്കുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. സങ്കീർത്തനം 90:10 പറയുകയാണ്, മനുഷ്യൻ്റെ ആയുഷ്കാലം 70, ഏറിയാൽ 80. ഒരു 10-80 വർഷം ഈ ഭൂമിയിൽ ആരാരും അറിയപ്പെടാതെ എന്തിനോ വേണ്ടി ജീവിച്ച് മാത്രം കടന്നു പോകേണ്ട ജീവിതമല്ലല്ലോ ഇത്. ഈ ഭൂമിയിലേക്ക് എന്നെയും നിങ്ങളെയും അയച്ചപ്പോൾ ഒരു ദൈവിക നിയോഗമുണ്ടെന്ന് അന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു. ഞാൻ അന്ന് അവിടെ നിന്നൊരു തീരുമാനമെടുത്തു, ഈ ജീവിതം സുവിശേഷത്തിനായി മാറ്റിവെക്കാം. അപ്പൻ ഉപേക്ഷിച്ചവർക്ക്, അമ്മ ഉപേക്ഷിച്ചവർക്ക്, എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ടവർക്ക് ഒരു ദൈവമുണ്ടെന്നുള്ള സന്ദേശം പങ്കുവെച്ചു കൊടുക്കാൻ. അമ്മ തൊട്ടിലുകൾ കേരളത്തിൽ ധാരാളം ആശുപത്രികളിലുണ്ട്. ഏത് പുരുഷനും ഏത് സ്ത്രീക്കും കുഞ്ഞിനെ ഗർഭം ധരിക്കാം, അല്ലെങ്കിൽ ജന്മം കൊടുക്കാം, ഉപേക്ഷിക്കാം. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഒരു ദൈവമുണ്ടെന്നുള്ള സന്ദേശം, അവരെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ടെന്നുള്ള വെളിപാട് കൊടുക്കുവാൻ, ഒരു സുവിശേഷ പ്രകാശകനാകുവാനുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായി. അന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിതം അങ്ങ് സമർപ്പിച്ചു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഒരു സ്വരമുയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ചെങ്കടൽ കടന്ന് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്തിട്ട് കുടിക്കാൻ വെള്ളമില്ലാതെ വരുമ്പോൾ വലിയ പ്രതിസന്ധി അവരുടെ മുമ്പിൽ ഉണ്ടാവുകയാണ്. ദൈവം തെരഞ്ഞെടുത്തു കൊണ്ടുവന്ന ജനമാണ്, ദൈവം നയിക്കുന്ന ജനമാണ്, ദൈവം കൂടെയുള്ള ജനമാണ്. എന്നിട്ടും അവരുടെ മുമ്പിൽ പ്രതിസന്ധി. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, പിറുപിറുത്ത ജനത്തിന് അതിനുള്ള പരിഹാരം ദൈവം വെളിപ്പെടുത്തുന്നില്ല. മറിച്ച് പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവിലേക്ക് കരങ്ങൾ ഉയർത്തി നിലവിളിച്ച മോശയ്ക്ക് മാത്രമാണ് പ്രതിസന്ധികൾക്ക് ഉത്തരം വെളിപ്പെടുത്തി കൊടുക്കുന്നത്, ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുക്കുന്നതും അത് വെള്ളത്തിലിടുകയും കയ്പ് മാറുകയും ചെയ്യുന്നത്. ആത്മീയ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്, മരണകരമായ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ നിലവിളിക്കുന്നവന് മാത്രം ഉത്തരം വെളിപ്പെട്ട് കിട്ടുന്ന ഒരു ആത്മീയ അഭിഷേകമുണ്ട്. വലതുകരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 2004 ഞാൻ വിവാഹം കഴിച്ചു. ഒരു നല്ല ജീവിത പങ്കാളിയെ ദൈവം എനിക്ക് തന്നു. ഈ ലോകത്തിൽ എനിക്ക് ലഭിക്കുന്നതിൽ ഏറ്റവും നല്ലൊരു അനുഗ്രഹമായിരുന്നു എൻ്റെ ജീവിത പങ്കാളി. അവളുടെ പേര് ലിജി എന്നാണ്. അവൾക്ക് വിവാഹപ്രായ സമയത്ത് അവളുടെ അമ്മ അവളോട് ചോദിച്ചു, നീ വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നോ അതോ ഏതെങ്കിലും സന്യാസ ജീവിതം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നോ? അവൾ പറഞ്ഞു, ഞാൻ വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ നീ പ്രാർത്ഥിച്ച് ഒരുങ്ങുക. ഒരു സുവിശേഷ പ്രസംഗകനെ വിവാഹം കഴിക്കാനാണ് അവൾ ആഗ്രഹിച്ചത്. ദൈവമക്കളെ, ദൈവം അത്ഭുതകരമായി ഞങ്ങളുടെ വിവാഹത്തെ നടത്തി തന്നു. എല്ലാ ദിവസവും കൃപയാൽ ശുശ്രൂഷകളുണ്ട്, കർത്താവ് നടത്തുന്നു. വിവാഹം കഴിഞ്ഞ് 3.5 മാസം കഴിഞ്ഞ് ഞാൻ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് പോകാൻ അതിരാവിലെ എഴുന്നേറ്റു. എല്ലാ ദിവസവും തന്നെ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ശുശ്രൂഷകൾക്കായിട്ട് പോകുന്നത്. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ സഭയിലൂടെ, കൂദാശകളിലൂടെ ലഭിച്ച അനുഗ്രഹവും കൃപയും ഒന്നുകൊണ്ട് മാത്രമാണ്. ദൈവമക്കളെ, രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് എൻ്റെ കാഴ്ചയിൽ എന്തോ വ്യത്യാസം അനുഭവപ്പെടുകയാണ്. തലേന്ന് ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ കണ്ണട ധരിക്കാതിരുന്നത് കൊണ്ട് ഈച്ചയോ പ്രാണിയോ എന്തോ കണ്ണിൽ വന്ന് അടിച്ചു.
പക്ഷേ അതുകൊണ്ട് കാഴ്ച പോകാൻ മാത്രം ഒന്നുമില്ല. പക്ഷെ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വല്ലാത്തൊരു അസ്വസ്ഥതയായി. കണ്ണൊക്കെ നന്നായി കഴുകി ഒരു തരത്തിൽ ഞാൻ അന്ന് പള്ളിയിൽ പോയി, തിരിച്ചു വന്നു. വീണ്ടും അസ്വസ്ഥത കൂടാൻ തുടങ്ങി. കാഴ്ച ഒട്ടുമില്ല. അനുജനെയും കൂട്ടി അങ്കമാലി LF പോയി. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു അഡ്മിറ്റ് ആകേണ്ടി വരും, ഒരാഴ്ച വേണ്ടി വരും, അഡ്മിറ്റായി അതിൻ്റെ ചികിത്സ നടത്തേണ്ടതുണ്ട്. അങ്ങനെ അഡ്മിറ്റായി. കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം കണ്ണിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നാളെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്നതുപോലെ തന്നെയാണല്ലോ ഇപ്പോഴും, യാതൊരു മാറ്റവും ഇല്ല. ഡോക്ടർ പറഞ്ഞു ഗ്രാജുവലി സൗഖ്യം കിട്ടിക്കൊള്ളും, കാഴ്ച വ്യക്തമായിക്കൊള്ളും, തിരിച്ചു പോയിക്കൊള്ളുക. അങ്ങനെ വീട്ടിലേക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞു. കാഴ്ച തിരിച്ചു കിട്ടിയില്ലെന്ന് മാത്രമല്ല, വലതു കണ്ണിൻ്റെ കാഴ്ചയും കുറഞ്ഞു തുടങ്ങി. സ്വാഭാവികമായി ഒരു ഭയം എൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ തുടങ്ങി. വിവാഹം കഴിഞ്ഞിട്ട് 3.5 മാസമേ ആയിട്ടുള്ളൂ. കാഴ്ച പോകുന്നു. മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങളും പ്രതീക്ഷകളുമായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ജീവിത പങ്കാളി സുവിശേഷ പ്രസംഗകനെയാണ് വിവാഹം കഴിച്ചത്. ആ സുവിശേഷ പ്രസംഗകൻ്റെ വിവാഹം കഴിഞ്ഞ് 3.5 മാസമായപ്പോഴത്തേക്കും കാഴ്ചയും പോയി. ഒരുപാട് അസ്വസ്ഥതകൾ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. വീണ്ടും അങ്കമാലി LF ചെന്നു. ഡോക്ടർമാർ എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, പേടിക്കേണ്ട വിഷയമൊന്നുമില്ല. ഞാൻ പറഞ്ഞു സാർ അങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് കാഴ്ചയില്ല. ഡോക്ടർ പറഞ്ഞു ഞങ്ങളുടെ നിഗമനം ശരിയാണെങ്കിൽ ഇത് ട്യൂമർ ആകാനാണ് സാധ്യത. ട്യൂമർ എന്ന് കേട്ട ഉടനെ തന്നെ പ്രിയപ്പെട്ടവരെ മനസ്സിൽ വല്ലാത്തൊരു ഭയമായി. ട്യൂമർ ബാധിച്ച പലരും മരിച്ചു പോയിട്ടുണ്ട്. എനിക്കറിയാം അങ്ങനെ കുറേ ആളുകളെ. ഒരുപക്ഷെ ആ നിരയിലേക്ക് ഞാനും മാറ്റപ്പെടുകയാണോ? ദൈവമക്കളെ, എൻ്റെ മനസ്സ് മുഴുവൻ അസ്വസ്ഥമാകാൻ തുടങ്ങി, ഭയം നിറയാൻ തുടങ്ങി, മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ജീവിതത്തിൻ്റെ അവസാനം മാത്രമാണ് എൻ്റെ മുമ്പിൽ, മറ്റൊന്നും എൻ്റെ മുമ്പിലില്ല. ദൈവമക്കളെ, ഡോക്ടർമാർ നിർദ്ദേശിച്ചതനുസരിച്ച് എന്നെ തിരുവനന്തപുരം ശ്രീചിത്രയിലേക്ക് കൊണ്ടുപോയി. ശ്രീചിത്രയിലെത്തി ഡോക്ടർമാർ പറഞ്ഞു സ്കാൻ ചെയ്യണം. ആദ്യമായിട്ടാണ് MRI സ്കാൻ ചെയ്യാനായിട്ട് എനിക്ക് ഇടയാകുന്നത്. ഈ മെഷീൻ കണ്ടത് ഉള്ളത് പറയാലോ, എനിക്ക് ഭയമാകാൻ തുടങ്ങി. ഞാൻ 1 മണിക്കൂർ അതിനകത്ത് കിടന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡോക്ടർ എന്നോട് പറയുകയാണ് ബേബിച്ച മെഷീൻ എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്, അതുകൊണ്ട് 1 മണിക്കൂറും കൂടെ കിടക്കണം. വീണ്ടും ഞാൻ അവിടെ കിടക്കുകയാണ്. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയാം മെഷീൻ്റെ കംപ്ലൈൻറ്റ് മാറുന്നില്ല, ഒന്നുകൂടെ കിടക്കേണ്ടി വരും. ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. കാഴ്ചയുമില്ല. വലതു കണ്ണിൻ്റെ കാഴ്ചയും കുറഞ്ഞു. ഇടതു കണ്ണിൻ്റെ കാഴ്ച ഫുള്ള് പോയി. വലതു കണ്ണ് ഇത്ര എടുത്തു വന്നെങ്കിൽ മാത്രമേ കാണത്തുള്ളൂ. ഒരാളുടെ സഹായമില്ലാതെ നടക്കാൻ പറ്റില്ല. 3-ാമത്തെ തവണ ഞാൻ ആ മെഷീനുള്ളിൽ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ ഈശോയോട് ഇങ്ങനെ ചോദിച്ചു, ഈശോയെ എനിക്ക് മാത്രമെന്താ ഇങ്ങനെ സംഭവിച്ചത്? ഇവിടെ ഇരിക്കുന്ന ചെറിയവരും വലിയവരുമായ എല്ലാവരും പലതവണ ദൈവത്തോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എനിക്ക് മാത്രമെന്താണ് ഇങ്ങനെ? അങ്ങനെ ആരെങ്കിലും ഇവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ആൻസറേ അതിനുള്ളൂ, നിങ്ങൾ സ്പെഷ്യൽ ആയതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് മറ്റാർക്കും നൽകാൻ പറ്റാത്തൊരു അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് മറ്റാർക്കും ഉണ്ടാകാത്ത അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുന്നത്. അങ്ങനെ 3-ാം തവണയും മെഷീൻ കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു വചനം തെളിഞ്ഞു വരികയാണ്. പ്രഭാഷകന്റെ പുസ്തകം അധ്യായം 39 അതിൻ്റെ 16-ാമത്തെ വാക്യം. അതിങ്ങനെയാണ്, ഇവരെല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. യഥാകാലം ദൈവമെല്ലാം നന്മയായി വെളിവാക്കും. എന്തുകൊണ്ട് എന്ന് ആർക്കും ചോദിക്കാൻ കഴിയുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളുടെ മുമ്പിൽ, പ്രതിസന്ധികളുടെ മുമ്പിൽ, പ്രശ്നങ്ങളുടെ മുമ്പിൽ മാനസികമായ ഒരു ഉത്തരവും കിട്ടാതെ വരുമ്പോൾ സ്വർഗം തന്നെ നമ്മോട് സംസാരിക്കുകയാണ്, ഇത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമുക്കേറെ പരിചിതമായൊരു സംഭവം അറിയാമല്ലോ. സാധു കൊച്ചുകുഞ്ഞുപദേശി തൻ്റെ ഏകമകൻ മരണപ്പെട്ട് മടിയിൽ കിടക്കുമ്പോൾ ആ മകനെ കൈകളിൽ എടുത്തു പിടിച്ചുകൊണ്ട് പാടി അതിമനോഹരമായൊരു ഗാനം. ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു.
ഏകമകൻ മരിച്ചു മടിയിൽ കിടക്കുമ്പോൾ ചലനമറ്റ് കിടക്കുന്ന മകന്റെ മൃതശരീരം കൈകളിൽ എടുത്തു പിടിച്ചുകൊണ്ട് ലോകത്തോട് പറയുകയാ, ഇത് ദോഷമല്ല, ഇത് തിന്മയല്ല, ഇതെന്റെ ദൈവത്തിന്റെ നിശ്ചയമാണെങ്കിൽ, ഞാൻ കടന്നു പോകാൻ ദൈവം നിശ്ചയിച്ചിട്ടുള്ള വഴിയാണിതെങ്കിൽ ഞാൻ ഇതുവഴി കടന്നു പോയേ പറ്റൂ. വിശുദ്ധയായ അമ്മ ത്രേസ്യയുടെ ഒരു വാക്കുണ്ട്, ഞാൻ സഹനത്തിലൂടെ പോകുമ്പോൾ, വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അതിനെ അതിജീവിച്ചത് ഇങ്ങനെയാണ്. ഇതാണ് എന്നെക്കുറിച്ചുള്ള ഇപ്പോഴുള്ള ദൈവഹിതം. സകലതും ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് സഹനവും വേദനയും ഭാരവും ഒന്നും വിശുദ്ധരെ ഭാരപ്പെടുത്തിയില്ല. എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. വീണ്ടും ഞാൻ മെഷീനുള്ളിൽ കിടക്കുമ്പോൾ അടുത്തൊരു വചനം ഞാൻ കേൾക്കുകയാണ്. അത് പുറപ്പാട് 15:26 വാക്യമാണ്. ഒരു നീണ്ട സെന്റൻസ് ആണ് ആ വചനം. നമുക്കറിയാം, 430 വർഷത്തെ അടിമത്തത്തിന് ശേഷം 10 ബാധകൾ കണ്ടും കേട്ടും ചെങ്കടൽ പിളർന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം മറുകര എത്തിച്ചു. രോഗികളായ എല്ലാവരും, മനസ്സും ശരീരവും തളർന്നുപോയവർ, മാരകമായി മുറിവേറ്റവർ, എല്ലാ അർത്ഥത്തിലും നിരാശയ്ക്ക് അടിമപ്പെട്ടവർ, അവരോട് ദൈവം പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം നീ ശ്രദ്ധാപൂർവം കേൾക്കുകയും അവിടുത്തെ ദിട്ടയിൽ ശരിയായതു മാത്രം ചെയ്യുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഈജിപ്തിന്റെ മേൽ ഞാൻ വരുത്തിയ മഹാമാരികളിൽ ഒന്നുപോലും ഞാൻ നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. ഉറക്കെ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ശാരീരിക രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം അന്നിൽ മാംസം ധരിക്കണമെങ്കിൽ വചനം കേൾക്കുന്നതോടൊപ്പം തന്നെ നാം മനസ്സുകൊണ്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ വചനം എന്നിൽ നിറവേറട്ടെ, കേട്ട വചനം നിറവേറട്ടെ. പരിശുദ്ധ കന്യകാമറിയം ദൈവദൂതനിൽ നിന്ന് ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ ഒരു വാക്ക് പ്രത്യുത്തരം പറഞ്ഞു, ഇത് നിറവേറട്ടെ, അത് നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ആ വചനം മാംസം ധരിച്ചതെങ്കിൽ, ഈ കേട്ട വചനം കൂടെ വളരുന്ന ഒരഭിഷേകം ഉണ്ടാകണമെങ്കിൽ ഈ സൗഖ്യപ്പെടുത്തുന്ന വചനം, വിടുതൽ നൽകുന്ന വചനം കേൾക്കുമ്പോൾ ഉറക്കിയൊന്ന് പറയട്ടെ, ഈ വചനം എന്നിൽ മാംസം ധരിക്കട്ടെ. ഇങ്ങനെ പറയും തോറും അങ്കമാലിയിൽ വെച്ച് ട്യൂമറാണ് ഈ കാഴ്ച പോകുവാൻ കാരണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ കടന്നു വന്ന ഭയം മാറാൻ തുടങ്ങി. സങ്കീർത്തനം 119 130 വാക്യം ഇങ്ങനെ പറയുന്നു, അങ്ങയുടെ വചനത്തിന്റെ ചുരുളഴിഞ്ഞപ്പോൾ പ്രകാശം പരക്കുന്നു. ദൈവത്തിന്റെ വചനം വരുന്നതനുസരിച്ച് വെളിച്ചം നിറയുന്നു. വെളിച്ചം നിറഞ്ഞപ്പോൾ അന്ധകാരം മാറി, അന്ധകാരത്തിന്റെ അസ്വസ്ഥതകൾ മാറാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമായി, അസ്വസ്ഥതയുടെ നടുവിൽ, ഭയത്തിന്റെ നടുവിൽ, ഇത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ നടുവിൽ ഒരേ ഒരു ആൻസറേ ഉള്ളൂ, അത് ദൈവത്തിന്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, 3 മണിക്കൂർ കഴിഞ്ഞ് സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു മെഷീൻ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇനി 4 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, 4 ദിവസം കഴിഞ്ഞു. വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ കണ്ണിൻ്റെ ഓപ്റ്റിക് നെർവിൽ ട്യൂമർ ആണെന്ന് കണ്ടെത്തി. ഈ ഓപ്റ്റിക് നെർവിൽ ട്യൂമർ വന്നാൽ ഒരു പ്രശ്നമുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഈ കണ്ണിൻ്റെ കൃഷ്ണമണികൾക്ക് പിന്നിലാണ് ഈ ട്യൂമർ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് സർജറി ചെയ്യാൻ സാധ്യമല്ല. അവരൊരു ശ്രമം നടത്തി, പക്ഷേ സാധ്യമല്ല. ദൈവമക്കളെ, സർജറി ചെയ്താൽ 1% മാത്രമാണ് സക്സസ് ആകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ അവർ തയ്യാറല്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഈ രോഗമുണ്ടായത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മറ്റൊരു മാർഗമുണ്ട്. അവർ നിർദ്ദേശിച്ചത് ബയോപ്സി എടുക്കുക. ഞാൻ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണമെന്ന് ഞാൻ കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രീചിത്തിരിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. എല്ലാവരും കോമ്പൗണ്ടാണ്, ഒരു വലിയ ഏരിയ ആണ്, നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മെഡിക്കൽ കോളേജിലെത്തി ഡോക്ടർ എന്നോട് പറഞ്ഞു, ബേബിച്ച ഒരു ലോക്കൽ അനസ്തേഷ്യ തരും. തലയ്ക്ക് മാത്രം ലോക്കൽ അനസ്തേഷ്യ. തല കുറേ നേരത്തേക്ക് മരവിച്ചിരിക്കും. ആ സമയത്ത് മൂക്കിലൂടെ കത്തി പോലൊരു സാധനമൊക്കെ കടത്തും. എന്നിട്ട് ആ ഗ്രോത്തിൽ നിന്നൊരു പീസ് മുറിച്ചെടുക്കും. ഇതാണ് ബയോപ്സിക്ക് അയക്കുക. പറയാനൊക്കെ ഡോക്ടർക്ക് എളുപ്പമായിരുന്നു. കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത ഭയവും അസ്വസ്ഥതയുമായി. പ്രിയപ്പെട്ടവരെ, കുറേ മണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ബേബിച്ച സോറി, ബയോപ്സി എടുക്കാനായിട്ട് സാധിച്ചില്ല. കാരണം അങ്ങനെ ബയോപ്സി എടുക്കുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അത് ബ്രെയിനിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. മൂക്കിലൂടെ ബ്ലഡ് പുറത്തേക്ക് പോകാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ബേബിച്ച സോറി, റിസ്ക് എടുക്കാൻ പറ്റില്ല, തിരിച്ചു പോയിക്കൊള്ളുക. വീണ്ടും ന്യൂറോ മെഡിക്കൽ വാർഡിൽ അഡ്മിറ്റ് ആക്കി.
പിന്നീട് ഈ ഗ്രോത്ത് ട്യൂമർ ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ലംബാർ പഞ്ചർ എന്നൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. സി ഷേപ്പിൽ കിടത്തിയിട്ട് സ്പൈനൽ കോഡിന് ഇഞ്ചെക്ട് ചെയ്ത്, അഥവാ സുഷുമ്നയിൽ നിന്ന് ഫ്ലൂയിഡ് എടുക്കുക എന്നൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. കറക്റ്റ് പൊസിഷൻ കിട്ടിയാൽ സാധാരണ ഇഞ്ചെക്ട് ചെയ്യുന്ന വേദനയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, പരിചയക്കുറവുണ്ടായിരുന്നൊരു ഡോക്ടറാണ് എനിക്ക് ഈ ഒരു കാര്യം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, പരിചയമില്ലാത്ത ഡോക്ടർ ആ സുഷുമ്നയിൽ നിന്ന് ഫ്ലൂയിഡ് എടുക്കാൻ വേണ്ടി ഇഞ്ചെക്ട് ചെയ്തിട്ട് സൂചി അവിടെ വെച്ചിട്ട് പൊസിഷൻ കിട്ടാത്തത് കൊണ്ട് 10 മിനിറ്റിനുള്ളിൽ 8 തവണ എൻ്റെ നട്ടലിന് ഇഞ്ചെക്ട് ചെയ്തപ്പോൾ ആദ്യമായിട്ടും അവസാനമായിട്ടും മരിച്ചു പോകുവാൻ ആഗ്രഹിച്ച് നിലവിളിച്ചു പോയി. കാരണം തലച്ചോറ് മുതൽ കാൽപാദം വരെ ഒരേ സമയം പൊട്ടിത്തെറിക്കുന്ന, വൈബ്രേറ്റ് ചെയ്യുന്ന ആ വേദനയുടെ നടുവിൽ എനിക്ക് ജീവിതത്തെക്കുറിച്ചുള്ള സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞിട്ട് 3.5 മാസമേ ആയിട്ടുള്ളൂ. എൻ്റെ വൈഫ് 1 മാസം പ്രഗ്നൻ്റ് ആണ്. എൻ്റെ മനസ്സിൽ എൻ്റെ ഭാര്യയുടെ മുഖം തെളിഞ്ഞു വന്നു. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ചിത്രം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. എൻ്റെ ബന്ധുക്കളായോ എല്ലാവരും എൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റപ്പെടുന്നത് പോലെ. എന്ന് വെച്ചാൽ ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. മരണം എൻ്റെ മുമ്പിൽ നിൽക്കുന്നതിന് എനിക്ക് അനുഭവപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മനസ്സും ശരീരവും തളർന്ന് 7-8 മണിക്കൂറോളം ഞാനൊരു കട്ടിലിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കാഴ്ചയില്ല, അടുത്തൊരാൾ പോലുമില്ല. എൻ്റെ കൈയുടെ ചെറുവിരലിലെങ്കിലും ആരെങ്കിലും ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ എനിക്കതൊരു ആശ്വാസമായിരുന്നു. പക്ഷെ ആരും അവിടെയില്ല, തൊട്ടടുത്ത് ആരുമില്ല. അപ്പോഴാണ് ഞാൻ വളരെ ശാന്തമായി ഒരു സ്വരം കേൾക്കുകയാണ്. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലയോ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഇങ്ങോട്ട് സ്വരം ഉയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയ. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പുറമേ നിന്ന് കേട്ടിട്ടുള്ള ഒരു വചനവും പുറത്തു പോയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. പുറമേ നിന്ന് ആരും അവിടെ വെച്ച് സംസാരിക്കാനില്ല, ആരും ആശ്വസിപ്പിക്കാനില്ല, കാഴ്ചയില്ല. ട്രീറ്റ്മെന്റ് ഒന്നൊന്നായി പരാജയപ്പെടുന്നു. ഡോക്ടേഴ്സും നഴ്സസും മറ്റാളുകളും ഒക്കെ കൂടെയുണ്ട്. പക്ഷെ രോഗം അനുഭവിക്കുന്ന എനിക്കൊരാശ്വാസം നൽകാൻ ഇവരുടെ ഒരു വാക്കും ഒരു പ്രവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ കേട്ട ഒരു വചനം എൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലയോ? ആത്മധൈര്യത്തോടെ നമുക്ക് പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ. ഈ വചനം ഇങ്ങനെ പറയും തോറും എൻ്റെ ഉള്ളിൽ ഒരു ആത്മബലം അനുഭവപ്പെട്ടു തുടങ്ങി. പല വർഷങ്ങളോളം ഞാനൊരു വചനം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണെന്ന്. എന്നാൽ ഉള്ളിലുള്ളവൻ്റെ ശക്തി വെളിപ്പെട്ടു വരാൻ തുടങ്ങിയപ്പോൾ മാനസികമായ എല്ലാ ഭയവും അസ്വസ്ഥതയും മാറാൻ തുടങ്ങി. ദൈവമക്കളെ, 26 ദിവസം ഞാൻ ഇവിടെ കിടന്നു, കാഴ്ചയില്ല. എന്നെ ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം അവിടെയുള്ള ഡോക്ടർ എൻ്റെ അടുക്കൽ വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ബേബിച്ചൻ്റെ വീട് ചാലക്കുടിയിലല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് പോട്ട എന്ന സ്ഥലത്തെക്കുറിച്ചൊക്കെ, ഞാൻ പോയിട്ടൊന്നുമില്ല. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, വിശ്വാസമുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നയാളാണെങ്കിൽ സാധിക്കുമെങ്കിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാമോ? ഒരുപക്ഷെ ദൈവം നിങ്ങളെ സുഖപ്പെടുത്തിയേക്കും എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. വർഷങ്ങളായി ധ്യാനിപ്പിക്കുന്നവനാണെന്നും സുവിശേഷം പ്രസംഗിക്കുന്നവനാണെന്നും അദ്ദേഹത്തോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിശബ്ദമായി എല്ലാം കേട്ടു. എൻ്റെ ദൈവം എന്നെ സ്പർശിച്ചു തുടങ്ങി എന്ന് എനിക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞു. ഉള്ളിലത് അനുഭവപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ വീട്ടിലേക്ക് മടങ്ങി. സാവധാനം ഞാൻ വീട്ടിലേക്ക് എത്തിയാൽ മതി എന്നാണ് ചിന്തിച്ചത്. കാരണം എൻ്റെ ഭാര്യ എന്നെ കാത്തിരിപ്പുണ്ട്, ബന്ധുക്കളുണ്ട് വീട്ടിൽ. എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം? ദൈവമക്കളെ, വീട്ടിലെത്തി. കുറച്ച് പേരൊക്കെ എന്നെ കണ്ടു. ഞാൻ അവരെ കാണാൻ പറ്റുന്നില്ല. അവരുടെ അടക്കം പറച്ചിലൊക്കെ എനിക്ക് കേൾക്കാം. ഒരു കരച്ചിൽ ഞാൻ കേട്ടു, അതെൻ്റെ ഭാര്യയുടേതാണ്. ഓടി നടന്നിരുന്ന, മുറ്റത്തും അവരെയൊക്കെ ഓടിച്ചാടി നടന്നിരുന്ന ഞാൻ തപ്പിത്തടഞ്ഞ് വീട്ടിലോട്ട് കയറുമ്പോൾ 3.5 മാസം മുമ്പ് വലിയ സന്തോഷത്തോടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഞാൻ 3.5 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യയെ പോലും കാണാനാവാത്ത വിധത്തിൽ കാഴ്ചയില്ലാത്തവനാ വീട്ടിലോട്ട് കയറുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു മാനസിക അസ്വസ്ഥതയുണ്ട്. ഞാൻ മുറിയിലേക്ക് കയറി, എൻ്റെ കാല് തട്ടി നിലത്തേക്ക് വീണു. നിലത്തേക്ക് എത്തുന്ന മുമ്പ് എൻ്റെ ഭാര്യ എൻ്റെ കയ്യിൽ പിടിച്ച് കട്ടിലിരുത്തി എന്നോടൊരു വാക്കു പറഞ്ഞു. ദൈവമക്കളെ, അതിങ്ങനെയായിരുന്നു, ചായ കാഴ്ച പോയി എന്നൊക്കെ ഞാൻ അറിഞ്ഞു, സങ്കടപ്പെടരുത്, വിഷമിക്കരുത്.
എൻ്റെ 2 കണ്ണിനും കാഴ്ചയുണ്ടല്ലോ, അതുപോരെ നമുക്ക്. വിവാഹ ദിവസം സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും മരണം വരെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥ സാക്ഷിയായി വാഗ്ദാനം ചെയ്തപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ഒരു ചടങ്ങ് പോലെയൊക്കെ അങ്ങ് പോയി. പക്ഷേ എൻ്റെ ഭാര്യയുടെ മുഖം പോലും തപ്പിത്തടഞ്ഞ് നോക്കേണ്ട ഒരു സ്ഥിതിയിൽ കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ചങ്കോട് ചേർത്ത് പറഞ്ഞു, കൂടെയുണ്ട്, ഈ 2 കണ്ണു മതി. അന്നൊരു കാര്യം മനസ്സിലായി, ദൈവം ചേർത്ത് നിർത്തിയതിനെ മരണം വരെ ചേർത്ത് നിർത്തിക്കോണം. ദൈവം ചേർത്ത് നിർത്തിയവരുടെ വാക്കുകൾ ദൈവവചനത്തിന് തുല്യമാണ്. കാരണം ദൈവം ചേർത്ത് തന്നതാണ്. ജീവിത പങ്കാളിയിലൂടെ ദൈവം തരുന്ന വാക്കുകളാണത്. മാതാപിതാക്കളുടെ ദൈവം തരുന്ന വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, അന്നു മുതൽ പ്രാർത്ഥന ആരംഭിച്ചു. ഭൂമിയിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സാധ്യമാക്കി തരും. കേട്ട വചനങ്ങൾ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കുവാനുള്ള സാഹചര്യങ്ങൾ വരാൻ തുടങ്ങി. ഇവിടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, നിങ്ങൾ കേട്ട വചനങ്ങളെല്ലാം നിങ്ങളിൽ മാംസം ധരിക്കാൻ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിച്ചേക്കും. അവിടെയെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നിങ്ങൾ ഈ വർഷം കാണുക തന്നെ ചെയ്യും. ഉറക്കെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ ഞാനും നിങ്ങളും വായിച്ചു കേട്ടത്, വിശുദ്ധ ബൈബിളിൽ ഞാനും നിങ്ങളും ധ്യാനിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേ മതിയാവൂ. അത് സംഭവിക്കാൻ ദൈവം ചില അനുഭവങ്ങൾ തന്നേക്കാം. പ്രാർത്ഥനയോടെ ഈ വർഷം നമുക്ക് അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ വർഷമായി മാറാൻ കാത്തിരിക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. 21-ാം സങ്കീർത്തനം രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കും. അതിലൊരു വാക്യമുണ്ട്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. റോമാലേഖനം 8:31 നമുക്കറിയാം, ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ അവനെ നമുക്കായി നൽകിയവൻ അവനോടൊപ്പം സകലതും ദാനമായി നൽകാതിരിക്കുമോ? രോഗമില്ലാത്തപ്പോൾ, സാമ്പത്തിക സുരക്ഷിതത്വമുള്ളപ്പോൾ, കടബാധ്യതയില്ലാത്തപ്പോൾ, എല്ലാ സ്ഥലങ്ങളിൽ സമാധാനം നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ വചനം പറയുമ്പോൾ ഒരു ബലമുണ്ട്, ഈ വചനം പറയുമ്പോൾ ഒരു ശക്തിയൊക്കെ തോന്നും. പക്ഷേ കടം കയറി, കാഴ്ചയില്ല, ആളുകൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആളുടെ വരവൊക്കെ കുറഞ്ഞു. പിന്നെ വരവും പോക്കുമൊക്കെ വേറെ ചില ഉദ്ദേശത്തോടെയാ. എനിക്ക് കാര്യം മനസ്സിലായി. എല്ലാവരുടെയും മനസ്സിൽ ഞാൻ ഒഴിവാക്കപ്പെട്ടു തുടങ്ങി. ഒരു രോഗമുണ്ടാകട്ടെ, കടബാധ്യത ഉണ്ടാകട്ടെ, നമുക്കൊരു വീഴ്ചയുണ്ടാകട്ടെ, ആളുകളുടെ മനസ്സിൽ നമ്മളൊക്കെ മാറ്റപ്പെട്ടു തുടങ്ങും. പ്രിയപ്പെട്ടവരെ, എന്നാൽ എൻ്റെ ദൈവത്തിന്, നമ്മുടെ കർത്താവിന് നമ്മെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം ആർക്കും ഇല്ലാത്ത വിധത്തിൽ, ആർക്കും നൽകാൻ പറ്റാത്ത വിധത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒന്ന് കരുതി വെച്ചിട്ടുണ്ട്. ദൈവമക്കളെ, 6 മാസം കാഴ്ചയില്ലാതെ വീട്ടിലിരുന്നു. അവളെന്നെ കൈപിടിച്ച് നടത്തും. ഒറ്റയ്ക്കിറങ്ങുമ്പോഴൊക്കെ പലപ്പോഴും മുഖമടച്ച് വീണിട്ടുണ്ട്. നാടൻ ഭാഷയെ പറഞ്ഞാൽ ചങ്കും തല്ലി വീണിട്ടുണ്ട്. ആരോട് പറയാൻ? ചില സങ്കടങ്ങൾ ആർക്കും മനസ്സിലാകുകയില്ല. ചില വേദനകൾ ആരോടും പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, മനുഷ്യരോട് വേദന പറയുന്നത് അവസാനിപ്പിക്കാം, മനുഷ്യരോട് സങ്കടം പറയുന്നത് അവസാനിപ്പിക്കാം. കേൾക്കാനേ അവർക്ക് പറ്റുകയുള്ളൂ, പരിഹാരം തരാൻ പറ്റത്തില്ല. എനിക്ക് ക്യാൻസറാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചില ടെസ്റ്റുകളും അവിടെ നടന്നു. 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അത് റിസൾട്ട് വന്നത്. ദൈവമക്കളെ, അന്നൊരു കാര്യം മനസ്സിലായി, രോഗത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ വന്നിരുന്ന് ഏതൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചാലും ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയുടെ തൊലിപ്പുറത്ത് പോലും ആ വാക്കിനൊരു ചലനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്നാൽ ഉള്ളിലിരിക്കുന്നവന് മാത്രമേ അവിടെ ഒരു ശക്തി പകരാൻ പറ്റുകയുള്ളൂ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കടന്നു പോകുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, ഈ വാക്ക് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ കരച്ചിൽ ഞാൻ കേൾക്കും. കാരണം പകല് വെളിച്ചത്തിൽ ബന്ധുക്കളുടെ, അയൽക്കാരുടെയൊക്കെ സാമീപ്യത്തിൽ നമുക്കൊരു ശക്തിയൊക്കെയുണ്ട്. പക്ഷെ രാത്രിയാകുമ്പോൾ, ഞങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ ജീവിതം മുഴുവൻ ഇരുട്ടായി പോകുന്ന സാഹചര്യത്തിൽ, പ്രിയപ്പെട്ടവരെ, എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ബലം നൽകിയത് ഈ വചനമാണ്. 6 മാസം കാഴ്ചയില്ലാതിരുന്നു. 2005 ഫെബ്രുവരി മാസം പോട്ടയാശ്രമത്തിൽ നടന്ന കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ ഞാനും എൻ്റെ ഭാര്യയും പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, 10,000-കണക്കിന് ആളുകൾ സംബന്ധിക്കുന്ന ഒരു കൺവെൻഷനാണ്. എനിക്കറിയാം എൻ്റെ യേശു ഈ ആരാധനയിൽ, ഈ ശുശ്രൂഷയിൽ എനിക്ക് സൗഖ്യം നൽകും. കാരണം ഞാൻ ആ മെഷീനുള്ളിൽ കിടന്ന്
ഒരു വചനം കേട്ടതാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന്. അന്ന് അവനത് തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവനത് പൂർത്തിയാക്കിയിരിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം ഒന്ന് തുടങ്ങിയാൽ അത് പൂർത്തിയായിരിക്കും, ഒരു സംശയവും വേണ്ട. കാരണം കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു, സകലതും പൂർത്തിയായി കഴിഞ്ഞതാണ്, സൗഖ്യം പൂർത്തിയായി കഴിഞ്ഞതാണ്, വിടുതൽ പൂർത്തിയായി കഴിഞ്ഞതാണ്, രക്ഷ പൂർത്തിയാക്കി കഴിഞ്ഞതാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യമായി മാറും. പ്രിയപ്പെട്ടവരെ, ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഏറ്റവും പുറകിൽ പോയി ഞാൻ ഇരുന്നു. ദൈവമക്കളെ, ഗർഭിണിയായ ഭാര്യയെയും കൂട്ടി അന്ധനായ ഭർത്താവ് ആ ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിലൂടെ നടന്നു പോകുന്ന കാഴ്ചക്കാർക്ക് അത്ര സുഖമുള്ള കാര്യങ്ങളല്ല. ഒത്തിരി പ്രയാസമുണ്ട്. ഏറ്റവും പുറകിൽ പോയിരുന്നു ഞാൻ. അന്ധനായ ബർത്തിമയോസ് ഉറക്കെ നിലവിളിച്ചതിൻ്റെ കാരണം അന്ന് എനിക്ക് മനസ്സിലായത്, കാഴ്ചയില്ലാത്തവന് ശബ്ദം മാത്രമാണ് ഒരു സാധ്യത. ബൈബിളിലെ ചില പ്രാർത്ഥനകൾ നിലവിളികളാണ്. ചില പ്രാർത്ഥനകൾക്ക് നിലവിളിക്കണം. സങ്കീർത്തനം 18-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയാണ്, കഷ്ടതയിൽ ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചപേക്ഷിച്ചു. അവിടുത്തെ ആലയത്തിൽ നിന്ന് അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു, എൻ്റെ ശബ്ദം അവിടുത്തെ കാതുകളിലെത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാഴ്ചക്കാരും കേൾവിക്കാരുമായിട്ട് ഈ ആരാധനയിലായിരിക്കരുത്. ഇന്ന് വന്നതുപോലെ തിരിച്ചു പോകരുത്. സ്വർഗത്തിൽ എത്തണം നിങ്ങളുടെ നിലവിളി. ബൈബിൾ പറയുകയാണ്, 18-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം, അവിടുന്ന് കെരൂബുകളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകിൽ പറന്നു വന്നു. 18-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം പറയുകയാണ്, ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവൻ എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുക്കുന്ന ദൈവം, ഉയർത്തുന്ന ദൈവം, കൈനീട്ടി ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. ശാന്തമായി ആരംഭിച്ചൊരു യാത്രയുണ്ടല്ലോ ബൈബിളിൽ, മർക്കോസ് 4:35. അന്ന് സായാഹ്നമായപ്പോൾ യേശു പറഞ്ഞു, അക്കരയ്ക്ക് പോകാം. യാത്ര തുടങ്ങിയപ്പോൾ ശാന്തമായിരുന്നില്ലേ? കടൽ ശാന്തമായിരുന്നു. എന്നാൽ അധികം വൈകും മുമ്പേ ഒരു വലിയ കൊടുങ്കാറ്റ്, വലിയ പ്രതിസന്ധി. ദൈവമക്കളെ, ശാന്തമായി ആരംഭിച്ച ജീവിതം ഇന്ന് പ്രതിസന്ധിയിലാണെങ്കിൽ സംശയിക്കേണ്ട, ആ പ്രതിസന്ധി അതിജീവിക്കുന്ന കർത്താവ് കൂടെയുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവമക്കളെ, ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മാത്യു ഇലവങ്കിലച്ഛനാണ് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. അനേകർ പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു കാര്യം ഉറപ്പാണ്, എൻ്റെ യേശു എന്നെ സൗഖ്യപ്പെടുത്തും. 5 ദിവസവും 4 ദിവസവും ആരാധനയിൽ ശുശ്രൂഷയിൽ ഞാൻ സംബന്ധിച്ചിട്ടും ഒരു സൗഖ്യവും കണ്ടിട്ടില്ല. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, 5-ാം ദിവസമാണ് എൻ്റെ ദൈവം എന്നെ സൗഖ്യപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ 4-ാം ദിവസം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഇന്നത്തെ ആരാധനയിലാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അതിന്ന് സംഭവിക്കുക തന്നെ ചെയ്യും. ഉറക്കെ ഹല്ലേലൂയ. ഒരു സംശയവും വേണ്ട. 2019 അനുഗ്രഹത്തിന്റെ വർഷമാക്കി മാറ്റുവാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് സംഭവിച്ച് അത് പ്രാപിച്ച് നന്ദിയുടെ അഭിഷേക ജീവിതമാണ് ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട മാത്യു സ്റ്റേജിലേക്ക് കയറി വന്നു. ഞാൻ ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പൂർവ്വപിതാവായ യാക്കോബ് ദൈവത്തോട് പറഞ്ഞില്ലേ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവത്തോടൊക്കെ ചിലപ്പോഴൊക്കെ ബലം പിടിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഉറക്കെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഛായ ഒന്ന് ശാന്തമാക്, ആളുകളൊക്കെ കേൾക്കുന്നു. ഞാൻ പറഞ്ഞു, കേൾക്കട്ടെ, ഇന്ന് അനുഗ്രഹം പ്രാപിച്ചിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. വാനോടെ മാത്യു ഇലവങ്കിലച്ഛൻ ഒരു മെസ്സേജ് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. ആ സമയത്ത് കണ്ണുകളിൽ ട്യൂമർ വന്ന് കാഴ്ച നഷ്ടപ്പെട്ട ഒരു മകനെ കർത്താവ് സൗഖ്യമാക്കുന്നതായി ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. അത് പറഞ്ഞ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഒരു പ്രകാശ വലയത്തിലായി ഞാൻ. ആ പ്രകാശത്തിന് വലയത്തിലായിരുന്നപ്പോൾ ഒരു സ്വരം ഞാൻ വീണ്ടും കേൾക്കുകയാണ് ഉള്ളിൽ നിന്ന്, കണ്ണ് തുറക്കുക. ഞാൻ സാവധാനം കണ്ണു തുറക്കുമ്പോൾ 6 മാസമായും പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട എൻ്റെ 2 കണ്ണുകൾ കൊണ്ട് പോട്ടയാശ്രമത്തിൻ്റെ അൾത്താരയിൽ എഴുന്നള്ളിച്ച് വെച്ച പരിശുദ്ധ കുർബാന ഞാൻ കണ്ടു. ആ സ്റ്റേജിലെ ചിത്രം ഞാൻ കണ്ടു. അന്ന് എൻ്റെ ട്യൂമർ എടുത്തു മാറ്റി എൻ്റെ യേശു സൗഖ്യം തന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ മുട്ടുമേൽ നിന്ന് 2 കരങ്ങളും ഉയർത്തി ഇങ്ങനെ അങ്ങ് പാടി, ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ലേനിക്കെല്ലാം എന്നേശുവത്രേ. കൂടെ പാടാമോ? ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ മണ്ണിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. എൻ്റെ കണ്ണുകൾ ഒരിക്കൽ അടഞ്ഞു പോയതാണ്. എൻ്റെ കണ്ണ് ഈ മണ്ണിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ കണ്ണ് എന്നേക്കുമായി അടയുന്നൊരു ദിവസമുണ്ട്. അന്നുവരെ ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് മുഴുവൻ സമയവും ഇടവക ധ്യാനങ്ങളും യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ധ്യാനങ്ങളും കുട്ടികൾക്ക് വേണ്ടിയുള്ള ധ്യാനങ്ങളും നടത്തി മുഴുവൻ സമയം ശുശ്രൂഷകനായി കർത്താവ് നടത്തുന്നു. ദൈവമക്കളെ,
കുറേ നാളുകൾക്ക് മുമ്പ് കണ്ണിൽ പെട്ടെന്നൊരു ഇൻഫെക്ഷൻ ഉണ്ടായി. ഞാൻ വീണ്ടും അങ്കമാലി LF പോയി. അവിടെ ചെല്ലുമ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിലൊരു ലൈൻ ഇങ്ങനെയുണ്ട്: ഇതിനു മുമ്പ് രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് എഴുതിയേക്കണം. എനിക്കിങ്ങനെ നല്ല ഗൗരവമായ രോഗം വന്നതുകൊണ്ട് ഞാനിങ്ങനെ എഴുതി കൊടുത്തു, ഒപ്റ്റിക് നെർവിൽ ട്യൂമർ വന്നിട്ടുണ്ട്. ഒരു നേഴ്സ് തന്നെ വളരെ കാര്യമായി പിടിച്ചുകൊണ്ട് പോകുന്നു. ഒരുമാതിരിപ്പെട്ട എല്ലാ മെഷീനും കൂടെ കയറ്റി ഇറക്കി. അവസാനം അന്ന് എന്നെ കണ്ട ഡോക്ടർ ആ റിപ്പോർട്ട് കാണിച്ചിട്ട് പറയുകയാണ്, ബേബിച്ചിൻ്റെ കണ്ണുകളിൽ ഒരു ട്യൂമർ ഉണ്ടായിരുന്നതായി ഒരടയാളം പോലും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും, ഞാൻ നിങ്ങൾക്ക് ദീർഘായുസ് തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന നിങ്ങളോട്, ലോകമെമ്പാടും ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവത്തെ ആരാധിച്ചാൽ അത്ഭുതകരമായ അഭിഷേകം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. ദയവായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു ചെറിയ ഈരടി പാടി ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം, കണ്ണുകളടയ്ക്കാം. ദൈവത്തെ ആരാധിക്കണം. കാറ്റഗിസം ക്ലാസ്സിൽ കുഞ്ഞുനാളിൽ നമ്മൾ പഠിച്ചതാണ്, എന്തിനു വേണ്ടി ദൈവം നിന്നെ സൃഷ്ടിച്ചു. തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് ആരാധിച്ച് ദൈവത്തിൽ എത്തിച്ചേരുവാൻ നിന്റെ ദൈവം നിന്നെ സൃഷ്ടിച്ചു. നമ്മുടെയൊക്കെ ജന്മദിനം പ്രധാനപ്പെട്ടതാണ്. എന്നാൽ നാം ജനിച്ചത് എന്തിനു വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് കിട്ടുന്ന ദിവസം അതിലും പ്രധാനപ്പെട്ടതാണ്. ഞാൻ ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. ഓ യേശുവേ, എന്നെ സൗഖ്യപ്പെടുത്തുന്നവനായ കർത്താവേ, ആരാധന 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 തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ, ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. കരങ്ങളെ ഒന്ന് ഉയർത്തി പാടാമോ? ആരാധന 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 ആരാധന. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് എൻ സ്നേഹഗീതമാ എന്നേശുനാഥനേ, എൻ സ്നേഹഗീതമാ എന്നേശുനാഥനേ, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ഒരിക്കൽ കൂടി കരങ്ങളെ ഉയർത്തി ഒന്ന് പാടാമോ? ആരാധന 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 ആരാധന. ഓ യേശുവേ, ആരാധന ആരാധന
കരങ്ങൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിലേറ്റ സ്നേഹമുള്ളവരെ, ഈ കഴിഞ്ഞ മണിക്കൂറിൽ പ്രാർത്ഥനയോടെ ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് അഭിഷേകത്തിന് ജീവിതം നയിച്ച് സ്വർഗത്തിലെത്തി നിത്യമായി അവിടുത്തെ ആരാധിക്കുവാൻ നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക്